ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മട്ടാഞ്ചേരിക്കാരി യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ അച്ചാറാണ്. അതിനായിട്ട് ആദ്യം അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തിളച്ച് വരാൻ നേരത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പെരിട്ട് വെച്ചിരിക്കുന്ന ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിൽ നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്ത് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ട് വരുമ്പോൾ അതിൻ്റെ അകത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അല്പനേരം അത് ഇളക്കി കൊടുക്കുക. ഒത്തിരി ബ്രൗൺ നിറം വേണ്ട. അതിനു മുമ്പ് തന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി, പച്ചമുളകാണ്. ഇത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് അത് ചേർക്കാവൂ. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം പച്ചമുളക് ചേർത്ത് വാട്ടുക. ഇത് മൂന്നും നന്നായിട്ട് വാട്ടി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുക. ഇത് വീട്ടിലുണ്ടായ വേപ്പില തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് വീട്ടിൽ സാദാ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതാണത്. ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് തീ അല്പം കുറച്ച് വെക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് തീ കൂട്ടി വെച്ചതിന് ശേഷം വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനെഗർ ഇതിൻ്റെ മേൽഭാഗം നിൽക്കുന്നവരെ ചേർത്ത് കൊടുക്കണം. ഗ്രേവി നന്നായിട്ട് വിനെഗറിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എൻ്റെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആവശ്യത്തിന് വിനാഗിരി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വിനെഗർ ഈ പരുവത്തിന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് തീ കൂട്ടി തന്നെ വെക്കാം. അതിൻ്റെ അകത്ത് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തേക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ച് ചെമ്മീൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ചെമ്മീനും ചേർത്ത് ഇത് മൊത്തം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ചെമ്മീൻ ഇട്ടതിന് ശേഷം ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രമേ പാത്രത്തിൻ്റെ അകത്ത് ഇട്ട് വെക്കാവൂ. ഇത് കഞ്ഞിക്കൊപ്പവും ചോറിൻ്റെ ഒപ്പം കപ്പയിറപ്പൊക്കെ കഴിക്കാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.